ഭാരതത്തിലെത്തിയ ഒമാൻ സുൽത്താൻ ഹൈത്താം ബിൻ താരിഖുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പുതിയൊരു അധ്യായം രചിക്കുന്നതായിരിക്കും സന്ദർശനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 26 വർഷത്തിന് ശേഷമാണ് ഒമാൻ സുൽത്താൻ ഭാരതത്തിന്റെ ക്ഷണം സ്വീകരിച്ച് എത്തുന്നത്. ഇന്നലെയാണ് ഒമാൻ സുൽത്താൻ ഹൈത്താം ബിൻ താരിഖ് ന്യൂഡൽഹിയിലെത്തിയത്. രാവിലെ ഒമാൻ സുൽത്താന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നു മുതൽ ഭാരതവും ഒമാനും സംയുക്ത നയധാരണയിൽ എത്തുകയാണ്. ഒമാനും ഭാരതവുമായുള്ള ബന്ധവും പുതിയ ഉഭയകക്ഷി ധാരണകളും ചരിത്ര സംഭവമായി മാറുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. आज का दिन भारत और ओमान के संबंधों में एक ऐतिहासिक दिन है. सदियों से भारत और ओमान गहरी मित्रता के अटूट संबंध रहे. हमारी आपसी निकटता केवल भूगोल तक सीमित नहीं है, बल्कि ये हमारे हजारों वर्षों से चले रहे व्यापार और संस्कृति और हमारी समान प्राथमिकताओं से भी झलकती है. मुझे पूरा विश्वास है कि जॉइंट विजन हमारी साझेदारी को एक नया और आधुनिक स्वरूप देगा. 2024 നടക്കാനിരിക്കുന്ന T20 വേൾഡ് കപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒമാൻ ടീമിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭാരതവും ഒമാനും സമഗ്ര സാമ്പത്തിക സഹകരണത്തിനുള്ള 2 റൗണ്ട് ചർച്ചകൾ പൂർത്തിയാക്കി. ചർച്ചകൾ പൂർത്തിയാകുന്നതോടെ മികച്ച മുന്നേറ്റമായിരിക്കും സാമ്പത്തിക രംഗത്ത് നേടാനാകുക. ഭാരതത്തിൽ നടന്ന G20 സമ്മേളനത്തിലേക്ക് പ്രത്യേകം ക്ഷണിക്കപ്പെട്ട രാജ്യം കൂടിയാണ് ഒമാൻ. ന്യൂസ് ഡെസ്ക് ജനം.